ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ്. ക്രിസ്മസിനാണ് ഞാൻ ഉണ്ടാക്കിയ ബീഫാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടാലോ? നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാം, വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ വഴറ്റുക, പച്ചമുളക് ഇടുക, സവോള ആഡ് ചെയ്യാം. നല്ലപോലെ മൂപ്പിക്കണം സവോളയും എല്ലാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നല്ലപോലെ ഇളക്കാം. നമുക്ക് ഇതിനകത്താണെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ആവശ്യം. പിന്നെ മസാലയായിട്ട് പെരിഞ്ജീരകം, കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പു അത് പൊടിച്ച് മാറ്റി വെക്കണം. സവോള നല്ലപോലെ വാടിയ ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ മൂപ്പിക്കണം പൊടികൾ. ആ കൂടെ നമുക്ക് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തേക്കാം. ഇത് നല്ലപോലെ മൂപ്പിക്കുക. പച്ചമണം മാറണം പൊടിയുടെ. എന്നിട്ട് നമുക്ക് ബീഫ് അങ്ങ് ആഡ് ചെയ്തേക്കാം. ഇത് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് കുക്കറിനകത്താണ് വെക്കുന്നത്. കുക്കറിനകത്ത് വെച്ച് നല്ലപോലെ വിസിൽ എത്രയാണ് ഇറച്ചിയുടെ വേവ് അതേപോലെ വേവിക്കാം. ഇവിടുത്തെ ഇറച്ചിയൊക്കെ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഒത്തിരി വിസിലിൻ്റെ ആവശ്യമില്ല. ഇത് ഏകദേശം ആയിട്ടുണ്ട്, ഇറച്ചി ആയിട്ടുണ്ട്. നമുക്കിനി തേങ്ങ വറുത്ത് ആഡ് ചെയ്യാം. ശകലം തേങ്ങയും കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ നോക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടപ്പത്തിൻ്റെയും കൂടെയാണ് ഞങ്ങൾ കഴിച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ.